പോസ് ഫോർ എ മൊമെന്റ്. കാഴ്ച ഒരനുഗ്രഹമാണെന്ന് മനസ്സിലാക്കാൻ എല്ലാം ഞാൻ കാണുന്നു. ഇമാജിൻ കാഴ്ചകൾ മങ്ങുന്ന ആ ദിവസം. എന്റെ കണ്ണുകളെ ബാധിച്ച ഗ്ലോക്കോമ. ഗ്ലോക്കോമയുടെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാവാം കൂർക്കം വലി. വശങ്ങളിലെ കാഴ്ച മങ്ങി ഒരു കുഴലിലൂടെ പോലെയായി ചുരുങ്ങുന്നു. ട്രീറ്റ് ഏർലി ഫോർ ഗ്ലോക്കോമ. എളവള്ളി പഞ്ചായത്ത് കാക്കശ്ശേരി 11-ാം വാർഡിലെ ലക്ഷം വീട് കോളനിയിൽ 30ഓളം കുടുംബങ്ങൾക്ക് വേണ്ടി പഞ്ചായത്ത് സ്ഥാപിച്ച 2000 ലിറ്ററിന്റെ വാട്ടർ ടാങ്കും അനുബന്ധ പൈപ്പുകളും ഉപയോഗശൂന്യമായി കിടന്നിട്ട് 1.5 വർഷം കഴിഞ്ഞു. വൈദ്യുതി ലഭിക്കാത്തത് മൂലമാണ് പദ്ധതി ആരംഭിക്കാൻ സാധിക്കാത്തത്. പഞ്ചായത്തിന്റെ അധീനതയിലുള്ള തൊട്ടടുത്തുള്ള കിണറ്റിൽ നിന്നുമാണ് വെള്ളം പമ്പ് ചെയ്ത് ടാങ്കിൽ നിറച്ച് കോളനി നിവാസികൾക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതി ആരംഭിച്ചത്. ഈ പദ്ധതിയാണ് പഞ്ചായത്തിന്റെ അനാസ്ഥ മൂലം ഉപയോഗശൂന്യമായി കിടക്കുന്നത്. ഈ കിണറിന്റെ റിങ്ങുകൾ പലതും ദ്രവിച്ച് കമ്പികൾ തുരുമ്പ് പിടിച്ചിരിക്കുകയാണ്. കിണറിന്റെ ഉൾവശം വൃത്തിയാക്കാത്തതുമൂലം കിണറിലെ വെള്ളം മഞ്ഞ നിറത്തിലാണ്. ലക്ഷങ്ങൾ പാഴാക്കിക്കൊണ്ട് 2 വർഷം മുന്നേ ഈ കിണർ അരയന്ന മാതൃകയിൽ മോടി പിടിപ്പിക്കുകയും ചെയ്തിരുന്നു. കിണർ മോടി പിടിപ്പിച്ചു എന്നല്ലാതെ കോളനിയിലെ നിവാസികൾക്ക് ശുദ്ധജലം ലഭിക്കുന്നതിനു വേണ്ടിയുള്ള നടപടികളൊന്നും ചെയ്തില്ല. കിണറിന്റെ ഉൾവശം വൃത്തിയാക്കാതെയും ദ്രവിച്ച റിങ്ങുകൾ സിമന്റിട്ട് പ്ലാസ്റ്റർ ചെയ്യാതെയും ഏകദേശം 1 ലക്ഷം രൂപ ചിലവാക്കിക്കൊണ്ട് കിണറിന്റെ പുറംവശം മാത്രം മോടി പിടിപ്പിക്കുകയാണ് ചെയ്തതെന്ന് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലിയും മണ്ഡലം സെക്രട്ടറി രവീന്ദ്രൻ കാക്കനാട്ടും പറഞ്ഞു. എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ 11-ാം വാർഡിലെ കാക്കശ്ശേരി ലക്ഷം വീട് കോളനിയിൽ അവിടെ 30ഓളം കുടുംബങ്ങൾക്ക് ശുദ്ധജലം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു 2000 ലിറ്ററിൻ്റെ ഒരു വാട്ടർ ടാങ്ക് സ്ഥാപിക്കുകയും അനുബന്ധമായി അതിൻ്റെ പൈപ്പുകളെല്ലാം നിർമ്മിച്ചിട്ട് ഏകദേശം 1.5 വർഷം കഴിഞ്ഞു. കറണ്ടിൻ്റെ കണക്ഷൻ ലഭിക്കാത്തത് മൂലമാണ് ഇന്നും ഈ പദ്ധതി പ്രവർത്തനമില്ലാതെ അവിടെ കിടക്കുന്നത്. ഏകദേശം 1 ലക്ഷം രൂപ ചെലവാക്കിക്കൊണ്ട് 2 വർഷം മുന്നേ ഈ വാട്ടർ ടാങ്കിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്ന കിണർ അരയന്ന മാതൃകയിൽ അത് മോടി പിടിപ്പിച്ചു. ആ മോടി പിടിപ്പിക്കുന്ന സമയത്ത് കിണറിൻ്റെ ഉൾവശം അത് വൃത്തിയാക്കിയില്ല. കിണറിൻ്റെ റിങ്ങുകൾ, അതിലെ കമ്പികളെല്ലാം ദ്രവിച്ച് തുരുമ്പ് പിടിച്ചിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ആ കിണറ്റിലെ വെള്ളം വൃത്തിയാക്കാത്തത് മൂലം ഇന്നും മഞ്ഞ നിറത്തിലാണ് അവിടെ കിടക്കുന്നത്. തൊട്ടടുത്ത് ഒരു അങ്കണവാടിയുണ്ട്. അതിലെ കുട്ടികൾക്ക് പോലും സുരക്ഷിതമല്ലാത്ത രീതിയിലാണ് ഇന്ന് ആ കിണറിൻ്റെ അരയന്ന മാതൃകയിൽ അവിടെ പണി കഴിപ്പിച്ചിട്ടുള്ള ആ കിണർ ഇന്ന് നിലനിൽക്കുന്നത്. കിണറിൽ എത്രയും പെട്ടെന്ന് കിണറിൻ്റെ ഉൾവശത്ത് ഗ്രില്ല് പിടിപ്പിക്കുകയും അതിനോടൊപ്പം തന്നെ ആ കിണർ വൃത്തിയാക്കി ആവശ്യമായ റിപ്പയറിംഗ് വർക്ക് ചെയ്തുകൊണ്ട് വൈദ്യുതി കണക്ഷൻ എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് എടുത്തുകൊണ്ട് ഇത് ജനങ്ങൾക്ക് ഉപകാരപ്രദമുള്ള ഒരു പദ്ധതിയാക്കി മാറ്റണം. ഇത്രയും കൊടും വേനലിൽ പ്രത്യേകിച്ചും ആ ലക്ഷം വീട് കോളനിയിൽ ജനങ്ങൾ വെള്ളത്തിന് ബുദ്ധിമുട്ടുന്ന സമയമാണ്. ഈ സമയത്ത് പോലും ഇത്രയും ചെറിയൊരു കാര്യം പോലും ചെയ്യാൻ എളവള്ളി ഗ്രാമപഞ്ചായത്തിന് സാധിക്കുന്നില്ല. കടലാസിൽ വളരെ കൂടുതൽ പദ്ധതികൾ കാണിച്ചുകൊണ്ട്, പത്രങ്ങളിൽ പല ഉദ്ഘാടനങ്ങളും കാണിച്ചുകൊണ്ട് അവാർഡ് നേടിയെടുക്കുക എന്നുള്ളതല്ല നമുക്ക് ആവശ്യം. ജനങ്ങൾക്ക് ഉപകാരപ്രദമായുള്ള പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ടവർ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങണമെന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. തൊട്ടടുത്ത് അഞ്ജലി അങ്കണവാടിയും അതിനു മുകളിലായി ജനകീയ ആരോഗ്യ കേന്ദ്രവും പ്രവർത്തിക്കുന്നുണ്ട്. അരയന്ന മാതൃകയിൽ ഉണ്ടാക്കിയ കിണർ പരിസരത്ത് കളിക്കുന്ന കുട്ടികൾക്ക് സുരക്ഷിതമല്ലെന്നും ഗ്രില്ലുകൾ എത്രയും പെട്ടെന്ന് നിർമ്മിക്കണമെന്നും കിണർ അറ്റകുറ്റപ്പണികൾ നടത്തി വൈദ്യുതി കണക്ഷൻ ലഭിക്കേണ്ട നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്നും സ്റ്റാൻലി ആവശ്യപ്പെട്ടു. കടലാസിൽ മാത്രം വികസനം കാണിച്ച് അവാർഡ് വാങ്ങുന്ന രീതി ഉപേക്ഷിച്ച് ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കാൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും മെമ്പറും കൂടിയായ ജയ ടീച്ചറും പഞ്ചായത്ത് പ്രസിഡന്റും ശ്രദ്ധിക്കണമെന്നും സ്റ്റാൻലി ആവശ്യപ്പെട്ടു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.